ഹലോ ഫ്രണ്ട്സ്, തിങ്കൾ ടിപ്സിൻ്റെ തിങ്കൾ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് കുറച്ച് സെയിലിനായിട്ടുള്ള അടിപൊളി പ്ലാന്റ്സുകൾ കണ്ടാലോ. പിന്നെ നേരത്തെ കുറേ പേർ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഡ്രം ആവശ്യമുണ്ട്, അതുപോലെ ഇന്ന പ്ലാന്റ്സുകളുണ്ടോ എന്നൊക്കെ ചോദിച്ചു മെസ്സേജ് കണ്ടു. മെസ്സേജിൽ ചോദിക്കേണ്ട, ഞാൻ ഇതിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫോൺ നമ്പറിൽ വാട്സപ്പിൽ വരിക. ഈ പ്ലാന്റ്സ് നല്ലൊരു ക്രോട്ടൺ പ്ലാന്റ്സ് ആണ്. നമുക്ക് റൗണ്ട് ഷേപ്പിലൊക്കെ അടിപൊളിയായിട്ട് വെട്ടിവിടാൻ പറ്റുന്ന മെറൂൺ കളർ ഷെയ്ഡ് വരുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഫേണ്, ഈ ഫേണും നല്ല തിക്കായിട്ട് ചട്ടി നിറയെ, അതായത് പോട്ട് നിറയെ പുഷായിട്ട് നിൽക്കുന്ന നല്ല അടിപൊളി ഫേണുകളാണ് എല്ലാം. ഫേൺ നമുക്ക് കുറച്ചേറെ വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ കോളീസ്, ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ട് ബോർഡർ പ്ലാന്റായിട്ട് വെക്കുന്ന കൂട്ടത്തിൽ നമുക്കും സെറ്റ് ചെയ്ത് വെക്കാവുന്ന കോളീസിൻ്റെ വെറൈറ്റീസാണ്. പിന്നെ ഈ പിങ്ക് കളർ ഫ്ലവർ പിടിക്കുന്ന പ്ലാന്റും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സ്ക്രീനിൽ ഞാൻ ഇടയ്ക്ക് നമ്പർ കൊടുക്കുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ വരിക ആവശ്യമുള്ളവർ. ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നമ്മുടെ കേശവർദ്ധിനി പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ്. നമുക്ക് സെയിലിനുള്ളത് 20 രൂപ മാത്രമേ ഉള്ളൂ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. വലിയ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. 2, 3 ഒക്കെ ഷൂട്ട് വന്ന നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല മണം അടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്നിട്ട്. കാരണം നല്ല മണം. കേശവർദ്ധിനി ഈ ഫ്ലവർ ഇടുമ്പോഴേ നല്ല മണമാണ്. അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ കൊടുവേലിയുടെ ഫ്ലവർ നിൽക്കുന്നത്. ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്, മുല്ലപ്പൂ പോലെ. ഇതിൻ്റെ ഈ സീഡ് നമ്മുടെ കയ്യിലൊക്കെ പറ്റിയ ഒട്ടിയിരിക്കും. ഇതിപ്പോൾ തന്നെ എൻ്റെ ഡ്രസ്സിലൊക്കെ ഒട്ടിയിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാം. നല്ല ഭംഗിയുള്ള ഫ്ലവറും കാണാം. അതുപോലെ ത്വക്ക് രോഗങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഇതിൻ്റെ സീഡായാലും അതുപോലെ തന്നെ ഇതിൻ്റെ തൊലിയും ഇലയും എല്ലാം നല്ല ഒരു ഔഷധ ഗുണമുള്ള പ്ലാന്റാണ്. അതുപോലെ നമ്മുടെ ഒരു വെറൈറ്റിയാണ് ഈ ഹിബിസ്കസ് പ്ലാന്റ്. ഈ ഹിബിസ്കസ് ആഫ്രിക്കൻ പ്ലാന്റ് എന്നൊക്കെ പറയും. അതുപോലെ നമ്മുടെ ലക്കി ബാമ്പു, അതുപോലെ കനകാംബരം, നീല കനകാംബരമാണ്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ തൈകളൊക്കെ തന്നെയാണ് 15 രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതെല്ലാം തൈകളാണ്, നല്ല റൂട്ടുള്ള തൈകളാണ് എല്ലാം. ഇത് നമ്മുടെ കോളീസിൻ്റെ ഒരു വെറൈറ്റീസാണ്. അതുപോലെ ഇപ്പം നല്ല വെയിലാണ് കേട്ടോ. ഇതൊരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഗോൾഡ് സ്പോട്ടിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ്. ഇത് നമുക്ക് ബോർഡർ പ്ലാന്റായിട്ടൊക്കെ വെച്ച് കട്ട് ചെയ്ത് വിടാം. അതുപോലെ ഈ പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. നമുക്ക് ഇത് നമ്മുടെ മ്യൂസിക്കറ്റ് നോട്ട് പ്ലാന്റ് ആണ്. മ്യൂസിക്കറ്റ് നോട്ട് പ്ലാന്റിൻ്റെ നല്ല ഹൈറ്റ് വരാത്ത കുള്ളൻ ടൈപ്പാണ്. എല്ലാം ഫ്ലവർ ഇട്ട് നിൽക്കുന്നത് കണ്ടില്ലേ. പെട്ടെന്ന് തന്നെ ഫ്ലവർ ഇടുന്ന പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുമാണ്. നിറയെ പൂക്കളാണ് കേട്ടോ. ഇത് സൺസാവെരിയയുടെ നല്ല അടിപൊളി നാരോ ലീഫിൻ്റെയാണ്. ഇതിൻ്റെ വീതിയുള്ള ഗ്രീൻ കളറുണ്ട്. അത് നമുക്ക് 10 രൂപയേ ഉള്ളൂ. അത് സാധാ ടൈപ്പ്, നാടൻ ടൈപ്പ്. ഇത് നല്ല നാരോ ലീഫിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. നമ്മുടെ കാനവാഴ പിങ്ക് കളറിൻ്റെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അതിൻ്റെ തൈ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക. അല്ലാതെ കമൻറ്റിൽ വന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനോട് ഞാൻ പറയുകയാണ്, കമൻറ്റിൽ വന്ന് പറയല്ലേ. ഒന്നാമത് കച്ചട ആയിരിക്കും എൻ്റെ ഈ ഫോണ്. കമൻറ്റിന് റിപ്ലൈ ഒന്നും ഇടാൻ പറ്റുന്നില്ല. ഫോൺ മാറി എടുക്കണം, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ 5 ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് പിങ്ക്, വയലറ്റ്, അതുപോലെ വൈറ്റ്, അതുപോലെ നമുക്ക് ഒരു വയലറ്റ് തന്നെ ഒരു പിങ്കും വരുന്നത്. ഇത് നമ്മുടെ പാരിജാതം വൈറ്റും ഉണ്ട്. അതുപോലെ നമ്മുടെ ഒരു കോട്ടൺ പ്ലാന്റ്സ് ആണിത്. അഗ്ലോണിമയുടെ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ. അഗ്ലോണിമയുടെ ഈ പ്ലാന്റ് നമുക്ക് അവൈലബിൾ. നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റാണ്. ഇതേ സെയിം പ്ലാന്റാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നല്ല വലിയ പ്ലാന്റാണ് കേട്ടോ, ഹെൽത്തി ആയിട്ടുള്ള. ഇതും നമുക്ക് അവൈലബിൾ ആണ്, അഗ്ലോണിമ. അതുപോലെ നമ്മുടെ പീക്കോക്ക് കലാത്തിയ, ഇതേ സെയിം പ്ലാന്റാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അതിനകത്ത് കുറേ ഷൂട്ടൊക്കെ വന്നതാണ്. സിങ്കോണിയം വൈറ്റ് ലീഫിൻ്റെയാണ്.
നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, അടിപൊളി പ്ലാന്റാണ്. അതുപോലെ ഈ അഗ്ലോണിമയുടെയും ചെറിയ തൈകൾ നമുക്കിപ്പോൾ 100 രൂപയുടെ അവൈലബിൾ ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് എല്ലാം. ഇത് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മുടെ ഹിബിസ്കസിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഫ്ലവർ ഇട്ടാൽ ശരിക്കും ഫ്ലവറാണ് കേട്ടോ. ആപ്പിൾ ക്രോട്ടനാണ്. ആപ്പിൾ ക്രോട്ടൺ നേരത്തെ നമ്മൾ 20ൻ്റെ പ്ലാന്റ് നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. ഇത് ഇച്ചിരിയും കൂടെ വലിയ പ്ലാന്റാണ്. ഇതിൻ്റെ നമ്മുടെ അഡീനിയം പോലെ നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് വരുന്ന ഒരു പ്ലാന്റാണിത്. ഇത് നമ്മുടെ എക്സോറ പ്ലാന്റാണ്, വയലറ്റ്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ അവൈലബിൾ ആണ്. ഫ്ലവറൊക്കെ തീർന്നു. ഈ കലാത്തിയ ഇതേ സെയിം കലാത്തിയാണ്. ഇതിനകത്തൊരു 2, 3, 4 ഷൂട്ടൊക്കെ ഉണ്ട്. ഇതേലെ നല്ല പോട്ട് നിറഞ്ഞ ഇതേലെ കലാത്തിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കുറച്ചേറെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഈ ഫിലോഡെൻഡ്രോണും നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. എല്ലാം ഇനി കുറേ ദിവസമായിട്ട് കുറേശ്ശെ ഇടാം. എല്ലാം റൂട്ടുള്ള കുറേ കലാത്തിയകളും ബിഗോണിയായും അതുപോലെ പവിഴമുല്ലയുടെ റെഡാണ്. യെല്ലോ റൂട്ട് പിടിച്ച് വരുന്നുണ്ട്. യെല്ലോയും നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട്. അത് അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് യെല്ലോയും അവൈലബിൾ ആണ്. ഇതിപ്പം പവിഴമുല്ല റെഡാണ്. ഇതിൻ്റെ ഫ്ലവറൊക്കെ അരച്ച് നമുക്ക് ഉള്ളിൽ കഴിക്കാനും നല്ലതാണ്. ഫ്ലവർ ഇട്ടാൽ നിറയെ ഫ്ലവറാണ് കേട്ടോ. അതുപോലെ പവിഴമല്ലിയുടെ തൈകൾ, പവിഴമല്ലിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് സെയിം പ്ലാന്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അതുപോലെ പിച്ചിയുടെ തൈയാണിത്. പിച്ചിയുടെ തൈ നമുക്ക് അവൈലബിൾ ആണ്. ഇതേ സെയിം പ്ലാന്റാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇത് നമ്മുടെ ലെൻഡാന ആണ്. ലെൻഡാനയുടെ ഫ്ലവർ ഇട്ടൊക്കെ തീർന്ന് ഫ്ലവർ പിടിച്ച പ്ലാന്റ്സ് തന്നെയാണ് ഞാൻ അയച്ചു തരുന്നത്. ഇതാണ് ഫ്ലവർ. ഇതിൻ്റെ നിറയെ ഫ്ലവറാണ് ഫ്ലവർ ഇട്ടാൽ. അതുപോലെ കലേഡിയം വെറൈറ്റീസ്. ഡ്രമ്മ് നമുക്ക് അവൈലബിൾ ആണ്. ഡ്രമ്മിൻ്റെ കാര്യം കുറേ പേർ കമൻറ്റിൽ ചോദിച്ചു. ആ ഫ്രണ്ട്സിനോട് ഞാൻ പറയുകയാണ്, ഡ്രമ്മെന്ന് പറയുമ്പോൾ ഡ്രമ്മ് തമിഴ്നാട്ടിൽ നിന്ന് ചോദിച്ചിരിക്കുന്നു. പക്ഷേ തമിഴ്നാട്ടിലോട്ടൊന്നും അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം വലിയ CC ചാർജ് അല്ലേ, അതുപോലെ വലുതല്ലേ ഡ്രമ്മ്. 2-3 ടൈപ്പ് ഉണ്ട് ഡ്രമ്മ്. നമുക്ക് സ്റ്റാർട്ടിങ് 100 രൂപ മുതൽ ഡ്രമ്മ് സ്റ്റാർട്ടിങ് ഉണ്ട്. 100, 220, 250ൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ 350ൻ്റെ ഉണ്ട്. പല റേറ്റിൻ്റെയും ഡ്രമ്മ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഫേൺ കണ്ടോ, അടിപൊളിയല്ലേ കാണാനായിട്ട്, നല്ല അടിപൊളി ഫേണാണ്. ഇത് നമുക്ക് അവൈലബിൾ ആണ് സെയിലിനായിട്ട്. പിന്നെ മണിമുല്ലയും നമുക്കുണ്ട്. ഇത് നമ്മുടെ ജാസ്മിൻ, ചെറിയ ഫ്ലവർ ഇടുന്ന ജാസ്മിനാണ്. നല്ല ബോർഡർ പ്ലാന്റായിട്ട് വെച്ച് കട്ട് ചെയ്ത് വിടാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയാണ്. പക്ഷേ ഇതിൻ്റെ ഈ എൻഡ് വരുമ്പോൾ വെച്ച് ഷാർപ്പായിട്ടിരിക്കുന്നതുകൊണ്ട് ദേഹത്തൊക്കെ തട്ടിയാൽ നമുക്ക് നോവും. അതിൻ്റെ വലിയ സൈസാണ് നമ്മൾ കോർണർ ഭാഗത്തായിട്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഡിസ്പ്ലേക്ക്. അതിൻ്റെ വലിയ പ്ലാന്റിൻ്റെയാണ്. ഇതേ ഭംഗിയിൽ വരും ഈ ചെറിയ പ്ലാന്റ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് സെൻറ്റർ ഭാഗത്തായിട്ട് വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ സെൻറ്റർ ഭാഗത്തായിട്ട് കൊടുക്കാം. അതുപോലെ 4 മണിപ്പൂ, ഇതെല്ലാം ഉറങ്ങി നിൽക്കുകയാണ്. 4 മണിപ്പൂവിൻ്റെ നല്ല തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഗാർഡൻ ഫ്ലവർ കൊണ്ട് നിറയാൻ 4 മണിച്ചെടി നല്ലതാണ്. അതുപോലെ ഈ ഇന്തോനേഷ്യൻ പ്ലാന്റ്, ഇതും സൂപ്പറാണ്. ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ ഫ്ലവറിന് അതിൻ്റെ സൈഡിലൊക്കെ കൊടുക്കാൻ വളരെ ബെസ്റ്റ് പ്ലാന്റാണിത്. മണിമുല്ലയുടെ തൈ നമുക്ക് അവൈലബിൾ ആണ്. മണിമുല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈകളാണ് ഇതെല്ലാം. നല്ലതുപോലെ പടരാനായിട്ട് എല്ലാം ഭംഗിയായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് മണിമുല്ല. നല്ല ഫ്ലവർ ഇടുന്ന പ്ലാന്റാണ്. ഇതാണ് സൈസ് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും കാണാം.